ചേച്ചി എനിക്ക് റിമോട്ട് തരോ? എനിക്ക് ടി വി കാണണം. ആ ചേച്ചി. ഓ എന്താടി ഒന്ന് ടി വി കാണാൻ സമയമില്ലേ? എന്താ കാര്യം? എനിക്ക് ടി വി കാണണം. എന്നാ ഇവിടെ കണ്ടോ? അല്ല ചേച്ചി, എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമ ഉണ്ട്, അത് വേറെ ചാനലില്ല, അതാണ് എനിക്ക് കാണേണ്ടത്. അപ്പൊ എനിക്ക് റിമോട്ട് വേണം. എന്നാ എനിക്ക് തരാൻ പറ്റില്ല. അതെന്താ? ഞാൻ ഈ സിനിമ കണ്ടിട്ടേ എത്തുള്ളൂ. ചേച്ചി പ്ലീസ് ചേച്ചി, ഇതെനിക്ക് ഇഷ്ടപ്പെട്ട സിനിമയാണ്. നടക്കില്ല മോളെ, ഈ സിനിമ ഇപ്പൊ തുടങ്ങിയിട്ടുള്ളൂ. അപ്പൊ ഞാൻ തരും. ചേച്ചി പ്ലീസ്. പൂജ, ഞാൻ പറഞ്ഞു ഞാൻ തരത്തില്ല. എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കല്ലേ. അപ്പൊ ചേച്ചി തരത്തില്ല അല്ലേ? ഇല്ല. ആ അങ്ങനെയാണല്ലേ. എന്നാ ഞാൻ ചേച്ചിയുടെ റിമോട്ട് വാങ്ങിച്ചിട്ടേ ബാക്കി കാര്യമുള്ളൂ. എന്നാ എന്റെ പൊന്നുമോള് എന്റെ കയ്യിൽ വാങ്ങിച്ചിട്ടേ പോളൂ. ചേച്ചി ഇത് കാണണോ? കാണണം. അയ്യോ ചേച്ചി അവിടെ നോക്കിയേ. എന്തത്? എന്താണ് ഇവിടെ? ഓയ് അറിയാ, ഇത് നോക്കിയേ. ഇപ്പൊ മനസ്സിലായേ ഈ പൂജയുടെ കഴിവ് എന്താണെന്ന്? ഈ പൂജ പറഞ്ഞതാ. ഇപ്പൊ ചേച്ചിക്ക് മനസ്സിലായില്ലേ? എന്നെ പൊന്നുമോൾക്ക് എന്നെ പറ്റി വേറൊരു കാര്യം അറിയില്ല. അതെന്താണാവോ? ആദ്യ സാധനം ഒരാൾ വാങ്ങിച്ച അത് എന്റെ പെർമിഷൻ ഇല്ലാണ്ട് ആളുടെ കയ്യിൽ നിന്ന് സാധനം വാങ്ങിച്ച് പിടിച്ചു വാങ്ങാനും ഈ ആദ്യക്ക് കഴിവുണ്ട്. അതെനിക്കറിയില്ല. ആ അങ്ങനെ ഒരു കഴിവുണ്ട് ചേച്ചിക്ക്? ഓ എന്റെ കാണിച്ചു തരാം. ഇങ്ങനെ താടിന്റെ റിമോട്ട്. ചേച്ചി വിട്. ചേച്ചി ഇതൊക്കെ കാണിക്കുന്നത് വെറുതെയാണ്. ഞാൻ റിമോട്ട് ചേച്ചിക്ക് തരത്തില്ല. എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമ കണ്ടിട്ടേ തരോ. മോള് പള്ളി പോയി പറഞ്ഞാൽ മതി. ഞാൻ ആദ്യം തീരുന്നത്, അതുകൊണ്ട് എനിക്ക് റിമോട്ട് തന്നെ വേണം. അങ്ങനെയാണല്ലേ? ഇപ്പൊ കാണിച്ചു തരാം. നിങ്ങൾക്ക് അമ്മേ ഞാനിവിടെ മര്യാദകൾ ടി വി കണ്ടോണ്ടിരിക്കുന്നത്. അപ്പോഴാണ് ഈ പൂജ കയറുന്നത്. അവളെ ഈ പ്രശ്നം മൊത്തം ഉണ്ടാക്കിയത്. അല്ല, എന്താ പ്രശ്നം? നിങ്ങൾ എന്തിനാ വഴക്കൂടുന്നേ? ഞാൻ പറയാം. വേണ്ട ഞാൻ പറയാം, ചേച്ചി പറയണ്ട. അതെന്താ ഞാൻ പറഞ്ഞാലേ? ചേച്ചിയുടെ എപ്പോഴും കളയല വരും. അപ്പൊ ചേച്ചിന്റെ വീട്ടിൽ കള്ളം പറയില്ലേ? ഒരൊറ്റ വീക്ക് വെച്ചിട്ടാ മോള് പറഞ്ഞെടുക്കും. എനിക്ക് കാണണല്ലോ. എന്നെ എന്തെങ്കിലും ചെയ്താൽ പിന്നെ ചേച്ചിയുടെ കാര്യം പോക്ക. ചേച്ചി വിവരം അറിയും. ഓ പിള്ളേരെ, ആരെങ്കിലും കാര്യം പറയോ? ഞാൻ പറയാം. ഞാൻ ടി വി കാണണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ കൊണ്ടുവന്നു. അപ്പൊ ആദ്യം ഇരിക്കണ്ടായിരുന്നു. അപ്പൊ ഞാൻ ആദ്യം റിമോട്ട് തരുമെന്ന് ചോദിച്ചു. അപ്പൊ ആദ്യം മുറിച്ചോ. അപ്പൊ അത് തരുന്നില്ല. ആ വഴക്കാണ് ഇപ്പൊ നടന്നത്. ഇതിനാണ് നിങ്ങൾ തല്ലുകൂടിയത്. എന്റെ പൊന്നെ, നിങ്ങൾക്ക് റിമോട്ട് കൊടുത്തിട്ടായിരുന്നോ? അപ്പൊ ഈ പ്രശ്നം ഉണ്ടാവോ? പിന്നെ എനിക്ക് സിനിമ കാണണ്ടേ? പിന്നെ പഠിക്കാൻ ഞാനിവിടെ പലവട്ടം പറഞ്ഞിരിക്കണേ. എന്റെ അടുത്ത് ഇങ്ങനെ സംസാരിക്കുന്നത് ഒറ്റ സംസാരിക്കുന്നത് പെൺകുട്ടിയാണ് പറയണം. അമ്മേ നീ എന്താ പൂജിപ്പിച്ചിരിക്കണേ? ഒന്നുമില്ലമ്മേ. പറഞ്ഞപ്പോ പിന്നെ ഒത്തിരി സന്തോഷായി. ഞാൻ കിട്ടുന്നില്ലമ്മേ. ചേച്ചി പറഞ്ഞേ പൂജ, ഇതിനെ പറ്റി അല്ല പിള്ളേരെ, നിനക്കൊന്നും പഠിക്കാനില്ലേ? പഠിക്കാനുണ്ടെങ്കിലേ പോയി പഠിക്കും. തിരിക്കണതൊക്കെ മതി. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ഇനി രണ്ടെണ്ണം കൂടി ഇവിടെ തല്ലുകൂട്ടിയാ പിള്ളേരെ